ഹായ് SSC GD പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഇത് 8ാമത്തെ സെഷനാണ്. ഇതിനു മുമ്പ് നമ്മൾ 7 സെഷൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ സെഷൻസ് കണ്ടിട്ടില്ലാത്തവർക്ക് ചാനലിൽ ചെല്ലുമ്പോൾ അവിടെ തന്നെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ആ സെഷൻസ് എല്ലാം ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് അത് നോക്കി വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ചാനൽ ഫോളോ ചെയ്യുക, ഇനി വരാനിരിക്കുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. സോ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ നമ്മളുണ്ട്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ എക്സാംസിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. A dealer mark his goods 15% above the cost price. ഒരു ഡീലർ ഒരു ആർട്ടിക്കിളിന്റെ പ്രൈസ് 15% വില കൂട്ടി മാർക്ക് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 100 രൂപയ്ക്ക് ഒരു ആർട്ടിക്കിൾ വാങ്ങുവാണെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ആ 100 രൂപയുടെ ആർട്ടിക്കിളിനെ ഞാൻ ഒരു ഷോപ്പിൽ വിൽക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞാനാണ് ഷോപ്പ് കീപ്പർ, ഞാൻ അതിനെ വിൽക്കുന്നതിന് മുമ്പ് 15% അതിന്റെ വില എന്ത് ചെയ്യുകയാണ്, കൂട്ടുകയാണ്. ബിക്കോസ് ഞാൻ എന്തായാലും വാങ്ങിച്ച വിലയ്ക്ക് വിൽക്കത്തില്ല, ഞാൻ എന്തായാലും വില കൂട്ടിയിട്ടേ വിൽക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 100 രൂപയുടെ സാധനം ഞാൻ 15% വില കൂട്ടിയാൽ 115 ആയിരിക്കും പിന്നെ അതിന്റെ MRP എന്ന് പറയുന്നത്. ഇനി ഒരു കസ്റ്റമർ വരുവാണ് ആ സാധനം വാങ്ങാൻ വേണ്ടി. ഇപ്പോൾ വാങ്ങാൻ വരുമ്പോൾ ഞാൻ ആ ഒരു ആർട്ടിക്കിൾ വിൽക്കാൻ നേരത്ത് ഞാൻ ആ വരുന്ന കസ്റ്റമറിന് 20% ഡിസ്കൗണ്ട് തരാം എന്ന് ഓഫർ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ 20% ഞാൻ വില കുറച്ച് കൊടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ 115ന്റെ 20% എന്ന് പറയുമ്പോൾ 115ന്റെ 10% 11.5 ആണ്. ഒരു ഡെസിമൽ കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 20 എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ 11.5ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് 23 എന്ന് വരും. ഇനി വില കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 115 നമ്മൾ 23 മൈനസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 92 എന്ന് വരും. 92 എന്നുള്ള നമ്മൾ ആദ്യമേ 115 മൈനസ് ചെയ്യുക, ദെൻ 8 കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 92 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ആ 92 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ആർട്ടിക്കിൾ സെല് ചെയ്യാൻ വേണ്ടിയാണ്. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 92 ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 100 രൂപയ്ക്കാണ് ഞാൻ ആ സാധനം വാങ്ങിച്ചത്. എന്നിട്ട് ഈ ഒരു പ്രോസസ്സിനെല്ലാം ശേഷം ഞാൻ അതിനെ വിൽക്കുന്ന 92 റുപ്പീസിനാണ്. അപ്പോൾ അവിടെ ക്ലിയർലി എനിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലോസ് ആണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റും. കാരണം 100 രൂപയ്ക്ക് വാങ്ങിച്ച സംഭവം 92 റുപ്പീസിനാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് നഷ്ടം ഉണ്ടാവും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. 8%ന്റെ നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ 8% ലോസ് ആണ് എനിക്ക് അവിടെ സംഭവിക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ അവിടെ ചോദിച്ചിരിക്കുന്നത് അതാണ്, വാട്ട് വിൽ ബി ഹിസ് ലോസ് പെർസെൻറ്റേജ്. സോ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 8%ന്റെ ലോസ് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. ക്ലിയർ? സോ വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിലെ എക്സാംസിൽ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഇത്. സോ നല്ലപോലെ നോക്കി വെക്കുക. ഇനി വേറെ എക്സാംസിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഇടയ്ക്കും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ പെർസെൻറ്റേജുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്പർ 350 ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ആൻഡ് ദെൻ ഡിക്രീസ്ഡ് ബൈ 25%. ഫൈൻഡ് ദ ന്യൂ നമ്പർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നമുക്ക് അതിനെ എടുക്കാം. ആദ്യം 350 ആയിരുന്നു ആ നമ്പർ. 20% ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ എത്ര ആയിട്ടുണ്ടായിരിക്കും? 120% ആയിട്ടുണ്ടായിരിക്കും. 20% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ 100ൽ നിന്ന് മുകളിലേക്ക് എടുക്കുക. ഡിക്രീസ് എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് താഴേക്ക് എടുക്കുക. അങ്ങനെയാണെങ്കിൽ 20% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ അത് 120% ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പുതിയ നമ്പർ. ഇനി എന്ത് ചെയ്യുകയാണ്? ദെൻ ഡിക്രീസ്ഡ് ബൈ 25%. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതാണ് എന്റെ പുതിയ നമ്പർ. അതിനെ 25% ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പിന്നെ എത്ര ആവും? അത് 75% ആവും. 100ൽ നിന്ന് 25 കുറയ്ക്കുമ്പോൾ 75%. ആൻഡ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു പുതിയ നമ്പർ കാണും. ആ പുതിയ നമ്പർ എന്താണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഇതൊന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമ്മൾ ആദ്യം തന്നെ ഈ പെർസെൻറ്റേജും ഇവിടുന്ന് 2 സീറോസും ക്യാൻസൽ ചെയ്യാം. അഗെയിൻ നമുക്ക് ഇവിടുന്ന് ഈ 12ൽ നിന്ന് ഒരു 4 എടുത്തിട്ട് ഇവിടുത്തെ 35നെയും 75നെയും ഡബിൾ ആക്കാം. ഡബിൾ ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. നമുക്ക് 70 എന്നാകും. ഇവിടുന്ന് 4 ആണ് എടുത്തത്. സോ 4 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 3 ഉള്ളൂ. ആൻഡ് 75നെ നമ്മൾ ഡബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ 150 എന്നാവും. 150%. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇവിടുന്ന് ഒരു 2 എടുത്ത് 35നെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടുന്ന് ഒരു 2 എടുത്ത് 75നെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്യാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ആ പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യാൻ നമുക്ക് 2 സീറോസ് വേണം. സോ ആ 2 സീറോസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് 2 നമ്പറിന്റെ അവസാനം 5 ഉണ്ടായിട്ട് അതിനെ ഡബിൾ ആക്കി 0 കൊണ്ടുവന്നത്. ഇനി വളരെ ഈസിയാണ്. ഇനി 3 into 7 എന്ന് പറഞ്ഞാൽ 21 ആണ്. സോ 21 into 15. ഇനി 21 into 15 നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ എടുക്കാം? രണ്ടും വലിയ നമ്പർ രണ്ടും വലിയ നമ്പർ അല്ല. അത് കൂടാതെ തന്നെ 2 നമ്പറും തമ്മിൽ ഒരുപാട് ഗ്യാപ്പും ഇല്ല. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി 2 നമ്പർ ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ നടുക്കുള്ള നമ്പർ ആലോചിക്കാം. ഈ 21നും 15ന്റെയും നടുക്കുള്ള നമ്പറാണ് 18 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, ഈ 21 എന്ന് പറയുന്നത് എന്താണ്? 18 + 3 ആണ്.
ആൻഡ് ഈ 15 എന്ന് പറയുന്നത് 18 മൈനസ് 3യും. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ എ പ്ലസ് ബിയും ഒരു എ മൈനസ് ബിയുടെ കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇൻറ്റു ആണ് വരുന്നത്. സോ നമ്മൾ എക്സാംസിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ ട്രിക്ക് കൂടിയാണ് ഇത്. പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി റഫ് പേപ്പർ എടുക്കാതെ അല്ലെങ്കിൽ പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യാതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 18ന്റെ സ്ക്വയർ എടുത്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ആ 3യുടെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. സോ 18ന്റെ സ്ക്വയർ എത്രയാണ്, 324 ആണ്. അതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന 3യുടെ സ്ക്വയർ 9 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര വരും, 315 എന്ന് വരും. ആൻഡ് ഇത് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ട്രിക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലത്തെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക ആ പോയിന്റിൽ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ആൻസർ 315 എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ആവറേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ആവറേജ് കോസ്റ്റ് ഓഫ് 10 ഐറ്റംസ് ഈസ് 89. 10 ഐറ്റത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയുന്നത് 89. അപ്പൊ ടോട്ടൽ എത്ര ആയിരിക്കും, 890 ആയിരിക്കും ടോട്ടൽ. ഒരെണ്ണത്തിന്റെ 89 ആണ്, 10 എണ്ണം ഉണ്ടെങ്കിൽ 890 ആയിരിക്കും. ഇഫ് 1 ഐറ്റം കോസ്റ്റ് ₹35, ഒരു ഐറ്റത്തിന്റെ അതിൽ ആ 10 എണ്ണത്തിൽ ഒരെണ്ണത്തിന്റെ വില 35 ആണ്. ദെൻ ഫൈൻഡ് ദി ആവറേജ് കോസ്റ്റ് ഓഫ് റിമൈനിങ് 9. അപ്പോൾ അതിൽ ഒരെണ്ണം 35 ആണെങ്കിൽ ആ 35 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് 10 എണ്ണത്തിൽ 9 എണ്ണം ആയിരിക്കും ബാക്കിയുള്ളത്. ആ 9 എണ്ണത്തിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബൈ 9 ചെയ്താൽ മതി. സോ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അത് നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കണം. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ 90 35 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 55 ആയിരിക്കും ബാക്കി വരുന്നത്. സോ 855 ഡിവൈഡഡ് ബൈ 9. ഇനി 855 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 85ന്റെ അകത്ത് 9 നമുക്ക് 9 ടൈംസ് പോകും. റിമൈൻഡർ നമുക്കവിടെ 4 എന്ന് വരും. സോ 45 എന്ന് പറയുമ്പോൾ നമുക്ക് 5 ടൈംസ് പോകും. സോ അങ്ങനെയാണെങ്കിൽ 95 എന്ന് നമുക്ക് വരും. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 95 ആണ് നമ്മുടെ ആൻസർ. നോക്കിയാൽ വളരെ ഷോർട്ട് ആയിട്ട് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പിന്റെ അകത്താണ് അത് ചെയ്തേക്കുന്നത്. സ്റ്റെപ്സ് ഒന്നും ഇല്ല, വളരെ ചെറിയ കാൽക്കുലേഷൻസ് മാത്രമേ അവിടെ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂ ടു ഇൽനെസ് ദ വെയിറ്റ് ഓഫ് പേഴ്സൺ ഹാസ് റെഡ്യൂസ്ഡ് ഫ്രം 80 kg to 64 kg ഇൻ എ മന്ത്. ദ പേഴ്സൺ ഡിക്രീസ് ഇൻ ദി വെയിറ്റ് ഓഫ് ദി പേഴ്സൺ ഈസ്. അപ്പോൾ അവിടെ പറയുന്നത് ഒരു ഇൽനെസ് കാരണം ഒരാളുടെ വെയിറ്റ് 80 നിന്ന് 64 kg ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറയുന്ന എത്രയാണ്, 16 ആണ് കുറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുറഞ്ഞ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് കുറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം എത്ര ഉണ്ടായിരുന്നു എന്ന് വെച്ചാണ് നമ്മൾ അത് നോക്കുന്നത്. എന്തുകൊണ്ട് എത്ര കുറഞ്ഞു എന്ന് നോക്കുമ്പോൾ ആദ്യമേ എത്ര ഉണ്ടായിരുന്നോ അതിൽ നിന്നാണ് കുറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബേസ് എന്തായിരിക്കും, ആദ്യം ഉണ്ടായിരുന്ന വെയിറ്റ് 80 ആയിരിക്കും ബേസ് എന്ന് പറയുന്നത്. പിന്നെ പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻറ്റു 100 എടുക്കാം. ഇവിടെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/5 എന്ന് വരും. ആൻഡ് 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ് അത് മീൻ ചെയ്യുന്നത്. സോ ആൻസർ 20%. സോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ക്വസ്റ്റിന്റെ ആൻസർ വന്നു, ഓപ്ഷൻ ഡി 20%. സോ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തു പോകാം. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി 1-2 സ്റ്റെപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തരണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പോലും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല എക്സാമിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. നേരത്തെയും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്ക് ചില ഷിഫ്റ്റുകളിൽ അല്ലെങ്കിൽ മിക്കവാറും ഷിഫ്റ്റുകളിൽ ഒരു ക്വസ്റ്റിനോ 2 ക്വസ്റ്റിനോ നമുക്ക് എപ്പോഴും കുറച്ച് ലെന്തി ആയിട്ടുള്ളത് കിട്ടും. അപ്പൊ അത് ആ സമയം ചെയ്യാതെ പിന്നത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ലാസ്റ്റ് വന്നിട്ട് സമയമുള്ള അനുസരിച്ച് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുക. ആൻഡ് ഈ സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. The value of an article depreciates from 18,000 to 14,580 in 2 years. Find the yearly rate of depreciation in the value of the article. അവിടെ പറയുന്നത് 18,000 ഉള്ള ഒരു വാല്യൂ ഉള്ള ഒരു ആർട്ടിക്കിൾ 14,580 rupees ആയി മാറുവാണ് 2 വർഷം കൊണ്ട്. അപ്പൊ അത്രയും അവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര കുറഞ്ഞെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു 3,420 ഓക്കെ 3,420 rupeesന്റെ കുറവാണ് വന്നേക്കുന്നത് 2 വർഷം കൊണ്ട്. അപ്പൊ എവിടെ നിന്നാണ് അത് കുറയുന്നത്, നമ്മുടെ 18,000 നിന്നാണ് അത് കുറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് നോക്കാം. പക്ഷെ അതല്ല ചോദിക്കുന്നത് ഓരോ വർഷവും എന്ത് പെർസെൻറ്റേജ് ആണ് ഈ സക്സസീവ് ആയിട്ട് കുറഞ്ഞെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ആദ്യം നെറ്റ് എന്താ കുറഞ്ഞതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സീറോസും ഇവിടെ നിന്ന് ഇതെല്ലാം ക്യാൻസൽ ചെയ്തു, 3 zeros ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്ക് ഇതിനെ ആദ്യം തന്നെ 2 വെച്ച് ഒന്ന് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 9 വരും. ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇത് 17,171 വരും. സോ അത് 9 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ 9 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമുക്ക് അതിന്റെ വാല്യൂ വരുന്നത് 171. അപ്പൊ അതെന്ന് പറയുന്നത് നമുക്കതൊരു വാല്യൂ വരുന്നത് 19 എന്നാണ് അതിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ 19 ആണ് നമുക്ക് അവിടെ വന്നേക്കുന്ന നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ് ഡിക്രീസ് എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്തേക്കുന്നത്. സോ നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് 19% ഡിഫറൻസ് ആണ് അവിടെ കുറയുകയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ ക്ലിയർലി ഒരു കാര്യം പറയുന്നുണ്ട്, ഡിപ്രിസിയേഷൻ ആണ് 2 വർഷം എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരേ വാല്യൂ ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, -x വീണ്ടും കുറയുന്നുണ്ട് -x, ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്
എച്ച് ഇൻറ്റു എച്ച് സ്ക്വയർ ബൈ 100 എന്ന് എടുക്കാം. ഈക്വൽ ടു നമുക്ക് എന്ത് വരണം, നമുക്ക് ഇവിടുന്ന് കുറയുമായതുകൊണ്ട് -19 എന്ന് വരണം. ഇനി നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ഫുള്ള് സോൾവ് ചെയ്ത് ഇതിന്റെ ആൻസറിലേക്ക് പോകാം, അതർവൈസ് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഓപ്ഷൻസ് പെട്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ഐഡിയ കിട്ടും ദാറ്റ് ഈ ഒരു 19 വരണമെങ്കിൽ ഒരു പോസിബിൾ വാല്യൂ ഉള്ളൂ, -10 പ്ലസ് 10ന്റെ സ്ക്വയർ 100/100. സോ അതെന്ന് പറയുന്നത് 1 വരും. അങ്ങനെയാണെങ്കിൽ -20 പ്ലസ് 1 ചെയ്താൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, -19 വരത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 10% ആണ് ആ സക്സസീവ് റിഡക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ 10% ആണ് സക്സസീവ് റിഡക്ഷന്റെ വാല്യൂ. ബിക്കോസ് ബാക്കിയുള്ള വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അത്രയും 19 എന്നൊരു വാല്യൂലേക്ക് പോകത്തില്ല. അത് ആകെപ്പാടുള്ള ഒരു ചെറിയ ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് 12 ആണ്. പക്ഷേ 12 എടുത്താലും എക്സാക്ട്ലി ഡെസിമൽ ഇല്ലാത്ത ഒരു വാല്യൂ വരത്തില്ല. 12ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, 1.44 എന്ന് വരും. ഉറപ്പായിട്ടും അവിടുന്ന് അതൊരു ഡെസിമൽ വാല്യൂലേക്ക് അത് പോകത്തുള്ളൂ. സോ അതുകൊണ്ടാണ് പെട്ടെന്ന് 10ലേക്ക് പോയത്. ബിക്കോസ് 10ന്റെ സ്ക്വയർ 100 എന്ന് വരും, 100/100 1 ആവും, അവിടെ ഡെസിമൽ വരത്തില്ല. ക്ലിയർ? സോ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് സ്മാർട്ട് ആയിട്ട് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം. ഓപ്ഷൻസ് നല്ലപോലെ യൂസ് ചെയ്യാം എക്സാംസിൽ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനെ മാർക്ക് ചെയ്യാൻ ഓപ്ഷൻ എപ്പോഴും ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല തരുന്നത്, ആ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ആൻസേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളത് കൂടി നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കാം. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷനിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർക്ക് ചാനലിൽ പോയി അവിടുന്ന് ആ സെഷൻസ് കാണാവുന്നതാണ്. ആൻഡ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി വരാനിരിക്കുന്ന ബാക്കി GDയുടെ ക്വസ്റ്റ്യൻസ് ന്റെ പ്രാക്ടീസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാൻ വേണ്ടി. സോ വരുന്ന സെഷനിൽ നമുക്ക് കൂടുതൽ GDയുടെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.